അർജുൻ ആയങ്കിയെ തന്റെ വീട്ടിൽ ഒളിപ്പിച്ചിരുന്നതായി ഈ സംഭവം അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അഭിഭാഷകർക്കെതിരെ ചില ആരോപണം ഉയർന്നു വന്നിരുന്നു. ഒരു അഭിഭാഷക അർജുൻ ആയങ്കിയെ തന്റെ വീട്ടിൽ ഒളിപ്പിച്ചുവെന്നായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. എന്നാൽ ഇത് നിഷേധിച്ച് അഭിഭാഷക ഡെനീറ്റ ടൈറ്റസ് രംഗത്തെത്തിയിട്ടുണ്ട്. അർജുൻ ആയങ്കിയെ തന്റെ വീട്ടിൽ ഒളിപ്പിച്ചിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. കീഴടങ്ങാൻ വേണ്ടിയാണ് തളിപ്പറമ്പിൽ നിന്ന് അർജുൻ കണ്ണൂരിലേക്ക് വന്നത്. ഇതിനു മുൻപായി നിയമസഹായം തേടിയാണ് തന്റെ ഫ്ളാറ്റിലെത്തിയത്. CCTV ഉള്ള തന്റെ ഫ്ളാറ്റിൽ എങ്ങനെ ഒളിപ്പിക്കും? അർജുനും താനും തമ്മിലുള്ള അഡ്വക്കേറ്റ് ക്ലയന്റ് ബന്ധമെന്നും ഡെലീറ്റ ടൈറ്റസ് പറഞ്ഞു. കണ്ണൂർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത ക്രൈം നമ്പർ 19/2026 പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് 5 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടത്. കോടതി 3 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസിന് വിട്ടുകൊടുത്തത്. കസ്റ്റഡിയിലെടുത്തതായിട്ട് ആ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. അതിൽ ആ മൊബൈൽ ഫോണിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും പറയാതെ, IMEI നമ്പറോ മറ്റോ ബ്രാൻഡോ ഒന്നും പറയാതെ മറ്റൊരു ഫോൺ iPhone 16 Pro കണ്ടെത്തണമെന്നാണ് കസ്റ്റഡി അപേക്ഷയിൽ പറഞ്ഞത്. പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്, പോലീസ് ആവശ്യപ്പെട്ടത്. പക്ഷേ ഞങ്ങൾ ഉന്നയിച്ച കസ്റ്റഡി ഒബ്ജക്ഷനിൽ അത്തരമൊരു ഫോണ് 4 ദിവസം 7-ാം തീയതി എടുത്ത FIRൽ 9-ാം തീയതി റിമാൻഡ് ചെയ്യപ്പെട്ട പ്രതിയുടെ ഈ കേസിലെ പ്രതിയിൽ നിന്ന് എങ്ങനെയാണ് iPhone 16 Pro ഈ അന്വേഷണത്തിൽ പോലീസിന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചത്? സാധാരണ രീതിയിലൊരു സൈബർ കേസ് വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമിലേക്ക്, ഇത്തരം കേസുകളിലേക്ക് മെറ്റയിലേക്കോ അതോടൊപ്പം തന്നെ അനുബന്ധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്കോ കൃത്യമായ മെയിലോ കാര്യങ്ങൾ അയച്ചുകൊണ്ട്, അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള മെയിലുകൾ അയച്ചുകൊണ്ടാണ് ഇതിൻ്റെ വിവരങ്ങൾ പോലീസിന് ലഭിക്കാറുള്ളത്. 4 ദിവസം കൊണ്ട് ഇദ്ദേഹം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്നത് iPhone 16 Pro ആണ് എന്ന് പോലീസ് എങ്ങനെയാണ് കണ്ടെത്തിയെന്നുള്ള ചോദ്യമാണ് ഇന്ന് കോടതിയിൽ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, ഇവിടെ അഡ്വക്കേറ്റ് ഡെലീറ്റ അവർക്കെതിരെയായിരുന്നു തുടക്കത്തിലെ ആരോപണം ഉയർന്നു വന്നത്. ഒരു അഭിഭാഷകരുടെ വീട്ടിൽ ഒരു പ്രതിയെ ഒളിപ്പിച്ചു എന്നത് സംബന്ധിച്ച് പക്ഷേ ഡെലീറ്റ ഈ ആരോപണം നിഷേധിക്കുന്നുണ്ട്. മാത്രമല്ല, ഇനി നിലവില് അർജുൻ ആയങ്കി പോലീസിന്റെ കസ്റ്റഡിയിലാണ്. എന്തൊക്കെയാണ് പോലീസിന്റെ തുടർ നീക്കങ്ങൾ? ചോദ്യം ചെയ്യലടക്കം മറ്റ് നടപടികൾ എന്തൊക്കെയാകും? ടോമെ, 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് ഇപ്പോൾ അർജുൻ ആയങ്കിയെ വിട്ടിട്ടുള്ളത്. അതായത് 5 ദിവസം കസ്റ്റഡി ആവശ്യപ്പെട്ടു, 3 ദിവസം കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം ആ മൊബൈൽ ഫോൺ തന്നെയാണ്. അർജുൻ ആയങ്കി സ്ഥിരമായി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ മൊബൈൽ ഫോണിലൂടെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കെതിരെ ഇത്തരത്തിലുള്ള പോസ്റ്റ് ഇട്ടത്. ആ മൊബൈൽ ഫോൺ കണ്ടെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഇയാളുടെ സുഹൃത്തുക്കളെ, ഇയാൾക്ക് ഒളിവിൽ പോകാനും മറ്റും സഹായിച്ച സുഹൃത്തുക്കളെ കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ വിശദമായി ചോദ്യം ചെയ്യുക. അതോടൊപ്പം ഏറ്റവും പ്രധാനം തെളിവെടുപ്പാണ്. ഇതിൽ ടോം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അഭിഭാഷക തുടക്കത്തിൽ വലിയ തോതിലുള്ള ആരോപണം ഇവർക്കെതിരെ ഉയർന്നിരുന്നു. ഇവരുടെ ഫ്ളാറ്റിൽ നിന്നാണ് 9 മണിക്കൂറോളം ഈ അർജുൻ ആയങ്കി തങ്ങിയതും അവിടെ നിന്നാണ് പിടിയിലാവുന്നത്. അതിൽ അഭിഭാഷക കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്, അവർ അഭിഭാഷകയും ക്ലയന്റും തമ്മിലുള്ള ബന്ധമാണ് അർജുൻ ആയങ്കിയും തമ്മിലുള്ളത്. തങ്ങൾക്ക് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടായിരുന്നു. അത് കുറച്ച് സമയം അധികം നീണ്ടുപോയി. അതല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ അർജുൻ ആയങ്കിയെ ഒളിപ്പിക്കുക എന്നതായിരുന്നില്ല ഉദ്ദേശം. കാരണം അവിടെ CCTV ക്യാമറകളുണ്ട്, ഫ്ളാറ്റിന് സമീപത്ത് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ബോധ്യമുണ്ട്. അങ്ങനെ ഒളിപ്പിക്കാൻ തയ്യാറാകുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. എന്തായാലും പോലീസിന് ഇനി നിർണായകമാണ് ഈ കേസിൽ. അർജുൻ ആയങ്കി തുടക്കത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയപ്പോൾ ഏതെങ്കിലും തരത്തിൽ അർജുൻ ആയങ്കി ഇതിൽ പോലീസിന്റെ ചോദ്യം ചെയ്യലുമായി സഹകരിച്ചിരുന്നില്ല. ഈ കോടതിയിൽ നിന്ന് ഈ വാദമായി പറഞ്ഞത് അത് തന്നെയാണ്. ഈ അർജുൻ ആയങ്കിയുടെ കയ്യിൽ നിന്നും ഒരു ഫോൺ പിടികൂടിയിരുന്നു. പക്ഷേ ആ ഫോൺ പോലീസിനെ കബളിപ്പിക്കാൻ കയ്യിലുണ്ടായിരുന്നതാണ്. യഥാർത്ഥ ഫോൺ ഇതുവരെ കിട്ടിയിട്ടില്ല. ആ ഫോൺ കണ്ടെത്തേണ്ടതുണ്ടെന്നാണ്. അതേസമയം അർജുൻ ആയങ്കിയുടെ അഭിഭാഷകർ പറഞ്ഞത് അർജുനെതിരെ കള്ളക്കേസ് ചുമത്താനുള്ള നീക്കങ്ങളാണ് പോലീസ് നടത്തുന്നതെന്നാണ്. അതുകൊണ്ട് കസ്റ്റഡിയിൽ നൽകരുതെന്ന് അവർ ആവശ്യപ്പെട്ടു. പക്ഷേ കോടതി 5 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടപ്പോൾ 3 ദിവസത്തെ കസ്റ്റഡി നൽകിയിരിക്കുന്നു. അതിലും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത്, ഇപ്പോൾ കോതമംഗലം കല്യാണ വീട്ടിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് അർജുൻ ആയങ്കിക്ക് നേരത്തെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. അങ്ങനെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ ജാമ്യം ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നു. അതായത് കോടതി ഇത്തരത്തിലുള്ള
ഇതിന്റെ ജാമ്യ വ്യവസ്ഥ ലംഘനം നടന്നിട്ടുണ്ടെന്ന് കോതമംഗലം പോലീസിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് ഇപ്പോൾ അർജുൻ ആയങ്കിയുടെ ജാമ്യം റദ്ദാക്കിയിട്ടുള്ളത്. അതോടൊപ്പം കോതമംഗലം കേസിലെ SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിലും ഇന്നലെ രാത്രിയോടുകൂടി അവിടെ നിന്നുള്ള പോലീസ് സംഘം ജയിലിലെത്തി, തലശ്ശേരി സബ് ജയിലിലെത്തി ഈ അർജുൻ ആയങ്കിയുടെ കേസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കൊച്ചിയിലെ ഒരു കേസ് ബൈജു, എന്തായാലും അർജുൻ ആയങ്കിക്ക് ഇനി അത്ര വേഗമൊന്നും പുറത്തിറങ്ങാൻ കഴിയില്ല എന്നല്ലേ പോലീസിന്റെ ഈ നടപടികളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല കോടതിയും നിലപാട് കടുപ്പിക്കുന്നു. നേരത്തെ ബൈജു സൂചിപ്പിച്ചതുപോലെ കോതമംഗലത്തെ ഗൂഢാലോചന കേസിൽ അർജുൻ ആയങ്കിയുടെ ജാമ്യം റദ്ദാക്കുന്ന സാഹചര്യം, അതോടൊപ്പം കാപ്പ ചുമത്താനുള്ള തുടർ നീക്കങ്ങൾ, എന്തായാലും അർജുൻ ആയങ്കി പൂർണ്ണമായും പെട്ടൊരവസ്ഥയാണല്ലേ? തീർച്ചയായും കൃത്യമായി പൂട്ടിടുക അർജുൻ ആയങ്കിക്ക്, അത് തന്നെയാണ് ഇപ്പോൾ പോലീസ് ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായാണ് ഒരു കേസിൽ കസ്റ്റഡിയിൽ വാങ്ങി തൊട്ടു പിന്നാലെ തന്നെ കോതമംഗലം കേസിലും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ഹർജി നൽകും. അതോടൊപ്പം ഇത്തരത്തിൽ ഈ ഒരു ജാമ്യം റദ്ദാക്കിയതോടുകൂടി ആ കേസിലും ഇനി ജയിലിൽ കഴിയേണ്ടി വരും. ഏതെങ്കിലും കാരണവശാൽ ഇപ്പോഴുള്ള കേസുകളിൽ ഒരുപക്ഷെ നേരത്തെ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളായിരുന്നു, പക്ഷേ ഇത്തരത്തിൽ ജാമ്യാപേക്ഷ നൽകാത്തതിനെ തുടർന്നാണ് അർജുൻ ആയങ്കിക്ക് പുറത്ത് ആ കേസിൽ ജയിലിൽ കഴിയേണ്ടി വന്നത്. പക്ഷേ അപ്പോഴേക്കും കൃത്യമായി കാപ്പ കേസ് ചുമത്തി അർജുൻ ആയങ്കിയെ ജയിലിലടക്കുക, അതാണ് ഇപ്പോൾ പോലീസ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഇതിൽ ഇയാളുടെ കേസ് ഹിസ്റ്ററി ശേഖരിച്ചു കഴിഞ്ഞു. ഇനി അത് ജില്ലാ കളക്ടർക്ക് കൈമാറണം. ജില്ലാ കളക്ടറാണ് ഇതിലൊരു തീരുമാനമെടുക്കേണ്ടത്. കാപ്പ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം ജില്ലാ കളക്ടർ എടുക്കും. ജില്ലാ കളക്ടർ ആണ് അതിലൊരു അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അങ്ങനെ ഈ അർജുൻ ആയങ്കിയെ പൂർണ്ണമായും ജയിലിൽ അടക്കുക എന്നത് തന്നെയാണ് പോലീസിന്റെ ലക്ഷ്യം. ഇനി അടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ കാപ്പ ചുമത്തി മറ്റ് കേസുകളിൽ ഉൾപ്പെടെ കൃത്യമായ തെളിവുകൾ, ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് അങ്ങനെ പൂട്ടിടുക, അർജുൻ ആയങ്കിയെ പൂട്ടുക എന്ന് തന്നെയാണ് പോലീസിന്റെ ലക്ഷ്യം. പ്രധാനമായും CPM നേതാക്കൾ ഉൾപ്പെടെ അർജുൻ ആയങ്കിയെ തള്ളിപ്പറയുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയാണ് ഇയാൾ വെല്ലുവിളിച്ചത്, പരിഹസിച്ചത്, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയത്. അതോടൊപ്പം കേരളത്തിലെ പോലീസ് സേനയെ ഒന്നാകെ വെല്ലുവിളിക്കുന്നു, അവർക്ക് നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ ഇയാൾ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ അർജുൻ ആയങ്കിയെ ഇത്തരത്തിൽ കൃത്യമായി പൂട്ടുക എന്നതിനെയാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. അതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കാപ്പ കേസ് ഉടൻ തന്നെ ഇയാൾക്കെതിരെ ചുമത്തും. നിലവിലുള്ള കേസിൽ ഈ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് ജയിലിലേക്ക് തിരിച്ചു പോകുമ്പോഴേക്കും അടുത്തത് കോതമംഗലം കേസിലെ കസ്റ്റഡിയാണ്. അവിടെ കസ്റ്റഡി 5 ദിവസത്തെ കസ്റ്റഡി തന്നെ ആവശ്യപ്പെടും. ആ കേസിൽ കൂടി കസ്റ്റഡി ആവശ്യപ്പെട്ടതിന് ശേഷമായിരിക്കും അപ്പോഴേക്കും കാപ്പ നിയമം ഈ ചുമത്തുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. ഏതായാലും 32 കേസ് നേരത്തെ നിലവിലുണ്ട്. വധശ്രമമുണ്ട്, തട്ടിക്കൊണ്ടുപോകലുണ്ട്, ഇത്തരത്തിൽ കവർച്ചയുണ്ട്, അങ്ങനെ നിരവധി കേസുകളുണ്ട്. ഏതായാലും ഇതിലെല്ലാം ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിന് ഇപ്പോഴുള്ള കസ്റ്റഡി പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കും. KV ബൈജു വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.